ഒരാൾ വരാൻ പൊന്നി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അമ്മയായിട്ട് അഭിനയിക്കാൻ തുടങ്ങി. അത് ആരുടെ അമ്മ? തിക്കുറിശി, സത്യൻ, നസീർ, മധു ഇവരെല്ലാം അമ്മയായിട്ട്. അപ്പോൾ നല്ല ഈ കറുത്ത മുടിയിൽ വെളുത്ത ചായം, അന്നൊക്കെ പൗഡറാണ് ഇടുന്നത് തലയിലൊക്കെ. ഒരുമാതിരി ഒരു ചായം പോലെ കലക്കിയൊക്കെ തലയിൽ തേക്കും, വിഗില്ലല്ലോ. അപ്പോൾ പൊന്നിക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ, അയ്യോ ഈ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നല്ലോ, ഈ പ്രായത്തിൽ എനിക്ക് പറ്റിയ ക്യാരക്ടറല്ലല്ലോ തന്നിരിക്കുന്നത് എന്നെന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. എനിക്ക് അമ്മ വേഷം ചെയ്യുന്നു ഞാനതൊരു ക്രെഡിറ്റായിട്ട് എടുത്തു. തൊമ്മൻ്റെ മക്കൾ 19 വയസ്സിൽ അല്ലല്ല 10-22 വയസ്സുണ്ടാവും. സത്യൻ്റെ മധുൻ്റെയും അതന്നെ. അപ്പോൾ എൻ്റെ അടുത്ത് ശശികുമാർ സാറ് പറഞ്ഞ്, പൊന്നമ്മച്ചി എന്നാണ് എന്നെ വിളിക്കുന്നത്, പൊന്നമ്മച്ചി അത് ചെയ്യണ്ട. ഞാൻ ചോദിച്ചു എന്തേ? ഓ ഇവരുടെ രണ്ടുപേരുടെയും അമ്മയായിട്ട്. ഞാൻ ഒരു കുഴപ്പമില്ല, എനിക്ക് ചെയ്യാൻ താല്പര്യമാണ്. അങ്ങനെ പറഞ്ഞ് ഞാനായിട്ട് ചെയ്തതാണ് തൊമ്മൻ്റെ മക്കൾ. ശരിക്കും പൊന്നമ്മ ചേച്ചിയുടെ അച്ഛനാകാൻ വേണ്ടി പ്രായമുള്ള ആളായിരുന്നു സത്യൻ സാറ്. 15-18 വയസ്സ് കൂടുതലുള്ള ആളാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ട്. പക്ഷെ ആ സിനിമ 10-15 വർഷം കഴിഞ്ഞിട്ട് റീമേക്ക് ചെയ്തു. ഇതേതമ്മയാണ്? അയ്യോടാ, കരിമ്പന ജയന്റെ അമ്മ. എന്തിനാ ഞാൻ കഷ്ടപ്പെടുന്നത്? അതെ, ഞാൻ കൊടുത്തില്ലേ. എടാ, ഇത് പെണ്ണുങ്ങൾ ചെയ്യേണ്ട ജോലിയാ. നിനക്കൊരു പെണ്ണുണ്ടാകുന്നത് വരെ ഞാൻ തന്നെ ഇത് ചെയ്തോളാം. അമ്മയെ കഷ്ടപ്പെടുത്തണ്ടെങ്കിൽ നിനക്കൊരു പെണ്ണ് കെട്ടിക്കൂടായോ? എത്ര കാലമായി ഞാൻ പറയുന്നു. കണ്ടിട്ടില്ല ഈ സിനിമയൊന്നും. കണ്ടിട്ടില്ല? ഇല്ല ഇല്ല. JB ജംഗ്ഷനിൽ വരണ്ട വന്നോ അഭിനയം കാണാൻ വേണ്ടിയിട്ട്? പക്ഷെ മെലിഞ്ച് കുളുന്നതിനുള്ളൊരു അമ്മയാണ്. ശബ്ദം മാറിയിട്ടില്ല അല്ലേ? ശബ്ദം മാറിയിട്ടില്ല. പക്ഷെ മുഖത്തിന്റെ ആ ഭാവത്തിനൊന്നും വലിയ മാറ്റമില്ല. ഇല്ല അല്ലേ? കുടുംബിനി, ഭർത്താവ്, ഓടയിൽ നിന്ന്, പ്രേം നസീറിന്റെ നായികയായിരുന്നു. അല്ലല്ല, എന്താണ് ആ പടത്തിന്റെ പേര് മറന്നു പോയല്ലോ. അയ്യോ, ഒരു വിജയാനന്ദ് എന്ന് പറഞ്ഞ ഒരാൾ. കൺമണികൾ. കൺമണി. ഇത് എവിടുന്ന് കിട്ടിയത്? കൺമണികൾ. ചേച്ചിയുടെ ഓർമ്മ പോയാലും എനിക്ക് ഓർമ്മ പോകില്ല കേട്ടാ. എനിക്ക് കുട്ടിക്കാലത്തെയൊക്കെ നല്ല ഓർമ്മയാണ്. പിന്നെ ഇതിനെക്കുറിച്ച് അങ്ങനെ ആലോചിക്കാത്തതുകൊണ്ടായിരിക്കാം ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചിലതിങ്ങനെ. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പൊന്നമ്മ ചേച്ചിയുടെ ഒരു അമ്മയുണ്ടെന്നുള്ള കാര്യം സിനിമാ സംവിധായകന്മാർ വളരെ ചെറുപ്പത്തിലെ കണ്ടുപിടിച്ചു. അല്ല, അത് പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പോൾ ഞാൻ ഈ കരച്ചിൽ ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടി ശശികുമാർ സാറിനോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ടൊരു വേഷം അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി, നടക്കത്തില്ല. ഞാൻ ചോദിച്ചു എന്താണ്? നിങ്ങളിൽ മാതൃത്വമാണ് കൂടുതലും, നിങ്ങളുടെ മുഖം കണ്ടാൽ അങ്ങനെയാ തോന്നുന്നത്. ചേച്ചി ഒരു വില്ലത്തിയായിട്ട് ഞങ്ങൾ സങ്കല്പിക്കാൻ പറ്റും. അഥവാ ഇനി വില്ലത്തരം വല്ല മനസ്സിൽ വന്നാൽ തന്നെയും ഞങ്ങൾ സമ്മതിക്കില്ല. എന്താ കാരണം? ചേച്ചിയുടെ മുഖം അമ്മ, മാതൃത്വം, സ്നേഹം ഉണ്ട്, മനസ്സ് നിറയെ ഉണ്ട്.